ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചാൽ വൻതുക ലാഭം നൽകാമെന്ന മോഹന വാഗ്ദാനം നൽകി നിക്ഷേപകരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ വലയിലായതായി സൂചന. എന്നാൽ പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ചെറുതുരുത്തി പൈങ്കുളം സ്വദേശിയായ MN രജിലാൽ എന്ന പ്രതി ഒളിവിലാണെന്ന് കരുതിയിരുന്ന സാഹചര്യത്തിലാണ് ഇയാളെ പിടികൂടിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. താൻ ഷെയർ മാർക്കറ്റിലെ രജിസ്ട്രേഡ് ബ്രോക്കറാണെന്ന് നിക്ഷേപകരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. പണം നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തറിയുന്നത്. വൻതുക നഷ്ടപ്പെട്ട പ്രവാസിയായ രാജേഷിന്റെ ഭാര്യ വാണിയംകുളം സ്വദേശിനി രേഷ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. രേഷ്മയുടെ ഭർത്താവായ രാജേഷിന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം 37,30,500 രൂപയാണ് രജിലാൽ കൈക്കലാക്കിയത്. ഈ വർഷം ജനുവരി 15-നും മാർച്ച് 18-നും ഇടയിലുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. ഫെഡറൽ ബാങ്കിലെ NRI അക്കൗണ്ട് ഉൾപ്പെടെയുള്ളവ വഴിയാണ് പണം കൈമാറ്റം ചെയ്യപ്പെട്ടത്. പരാതിക്കാരിയുടെ ഭർത്താവിന് പുറമെ ദേശമംഗലം സ്വദേശിയായ കിരണിൽ നിന്ന് 8 ലക്ഷം രൂപയും, കുളപ്പുള്ളി സ്വദേശിനി നിമിഷയിൽ നിന്ന് 8 ലക്ഷം രൂപയും, പ്രവാസിയായ സതീഷിൽ നിന്ന് 15 ലക്ഷം രൂപയും, ദേശമംഗലം സ്വദേശികളായ അക്ഷയിൽ നിന്ന് 5,71,000 രൂപയും, സുമേഷിൽ നിന്ന് 14,50,000 രൂപയും, പൈങ്കുളം സ്വദേശി സന്ദീപിൽ നിന്ന് 5 ലക്ഷം രൂപയും, പാഞ്ഞാൾ സ്വദേശി ശ്യാംകുമാറിൽ നിന്ന് 5 ലക്ഷം രൂപയും ഇയാൾ തട്ടിയതായി പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതി അനുസരിച്ച് പലരിൽ നിന്നായി ഏകദേശം 1 കോടി രൂപയോളമാണ് പ്രതി കൈവശപ്പെടുത്തിയത്. വൻതുക നിക്ഷേപിച്ചിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നിക്ഷേപിച്ച മുതലോ തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ട വിവരം തിരിച്ചറിയുന്നത്. പരാതിക്ക് പുറമെ മറ്റനേകം പേരിൽ നിന്നും ഇയാൾ ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇയാളുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പണം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ പോലീസിനെ സമീപിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു.